അടിയന്തര സാമ്പത്തിക സഹായം ആവശ്യപ്പെട്ട് ഭക്ഷ്യവകുപ്പ് സപ്ലൈകോയിൽ ആവശ്യ വസ്തുക്കളുടെ ലഭ്യത ഉറപ്പുവരുത്താനാണ് ധനവകുപ്പിനോട് സഹായം തേടിയത്. ഒരു വിഹിതമെങ്കിലും അനുവദിക്കണമെന്നാവശ്യപ്പെട്ടാണ് കത്ത്. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ധനവകുപ്പിനോട് സഹായം തേടിയിരിക്കുകയാണ് ഭക്ഷ്യവകുപ്പ്. സിവിൽ സപ്ലൈസിലടക്കം ഇത്തരത്തിൽ സപ്ലൈകോയിലടക്കം അവശ്യ സാധനങ്ങൾ ലഭ്യമാകാത്തൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ടായിരുന്നു. വിഷ്ണു ശർമ്മ, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. വളരെയേറെ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യമുണ്ട് നിലനിൽക്കുന്നത്. മാത്രമല്ല, സപ്ലൈകോയിലടക്കം ഈ അവശ്യ സാധനങ്ങൾ ലഭ്യമാകാത്ത സ്ഥിതി ഉണ്ടായിരുന്നു. നേരത്തെ തന്നെ ഇതിൽ അധികം വില കൂട്ടുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. മറ്റ് അവശ്യ സാധനങ്ങളുടെ ലഭ്യത ഇല്ലാതാകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഭക്ഷ്യവകുപ്പ് ഇത്തരത്തിലൊരു കത്ത് നൽകിയിരിക്കുന്നത്, ധനവകുപ്പിനോടൊരു അഭ്യർത്ഥന നൽകിയിരിക്കുന്നത്. അതായത് അടിയന്തരമായിട്ട് സാമ്പത്തിക സഹായം നൽകണം എന്നാണ് ഈ കത്തിലൂടെ സൂചിപ്പിക്കുന്നത്. അല്ലാത്ത പക്ഷം വളരെയേറെ പ്രതിസന്ധിയിലേക്ക് കടന്നുപോകും. ഇനി വരാൻ പോകുന്നത് അടുത്ത സാമ്പത്തിക വർഷമാണ്. അപ്പോൾ ആ സാമ്പത്തിക വർഷത്തിലേക്ക് ഇത്തരത്തിലുള്ളൊരു സഹായം ഉറപ്പാക്കാത്ത സാഹചര്യം വരികയാണെങ്കിൽ അത് കൂടുതൽ പ്രതിസന്ധിയിലേക്ക് സപ്ലൈകോയെ ഉണ്ടാക്കിയെടുക്കും എന്നൊരു കാരണം കൂടി പറയുന്നുണ്ട്. മാത്രമല്ല, ഈ പ്രതിസന്ധി ഇത്തരത്തിൽ തുടരുന്നൊരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ അടിയന്തരമായിട്ട് ഒരു വിഹിതമെങ്കിലും അനുവദിക്കണം, ഒരു വിഹിതത്തിന്റെ തുകയെങ്കിലും അനുവദിക്കണം എന്നാണ് ഇപ്പോൾ ധനവകുപ്പിനോട് ഭക്ഷ്യവകുപ്പ് പറയുന്നത്. വളരെയേറെ പ്രതിസന്ധിയിലൂടെയാണ്, നമുക്കറിയാം, വളരെയേറെ പ്രതിസന്ധിയിലൂടെയാണ് സപ്ലൈകോ കടന്നു പോകുന്നത്, അല്ലെങ്കിൽ ഈ ഭക്ഷ്യവകുപ്പ് കടന്നു പോകുന്നതെന്നറിയാം. ആ സപ്ലൈകോയിലടക്കം സാധനങ്ങൾ ഇല്ലാത്തൊരു സാഹചര്യം നേരത്തെ തന്നെ വളരെയേറെ നമ്മൾ അധികം റിപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. ആ സാഹചര്യം കൂടി കണക്കിലെടുത്താണ് ഇപ്പോൾ വീണ്ടും ഒരു കത്ത് കൊടുക്കേണ്ട സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അതായത് വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാകുന്ന സ്ഥിതിവിശേഷമാണ് നിലവിലുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ അടിയന്തരമായിട്ട് തുക അനുവദിക്കണമെന്നാണ് ഇപ്പോൾ ഭക്ഷ്യവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു അഭ്യർത്ഥന ഉണ്ടായിരിക്കുന്നത്. ഇനി അത്തരത്തിൽ സഹായം നൽകാത്ത സാഹചര്യം വരികയാണെങ്കിൽ കൂടുതൽ അതിൽ പ്രതിസന്ധിയിലേക്ക് കടക്കുകയും ചെയ്യും. മറ്റ് സാധനങ്ങളുടെ ലഭ്യത ഉറപ്പാക്കാൻ കഴിയാത്ത പോകുന്ന സ്ഥിതിയിലേക്ക് പോകും. അത് വളരെയേറെ ഗുരുതരമായി ബാധിക്കുകയും ചെയ്യുമെന്നൊരു വിലയിരുത്തലിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഒരു കത്ത് നൽകിയിരിക്കുന്നത്. ഇനി ഈ കത്തിന് ധനവകുപ്പ് എന്ത് മറുപടി കൊടുക്കും എന്നാണ് നമുക്ക് നോക്കിക്കാണേണ്ടത്. കാരണം പൊതുവിൽ വളരെയേറെ സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്നാണ് സർക്കാരിന്റെ അവകാശപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ മറ്റ് ഇത്തരത്തിലുള്ള പല കാര്യങ്ങൾക്ക് പോലും പൈസ ചിലവഴിക്കാത്ത അല്ലെങ്കിൽ അനുവദിക്കാത്ത സ്ഥിതിവിശേഷങ്ങളെല്ലാം നിലനിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ധനവകുപ്പിന്റെ ഭാഗത്ത് ഇനി ഇപ്പോൾ എന്താണ് നടപടി ഉണ്ടാകുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും വളരെയേറെ ഗൗരവമായ ഒരു വിഷയം തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഈ സർക്കാരിന്റെ അല്ലെങ്കിൽ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കെയാണ് ഭക്ഷ്യവകുപ്പ് ഇപ്പോൾ സർക്കാരിനോട് പണം ആവശ്യപ്പെടുന്നത്. സപ്ലൈകോയിൽ അവശ്യ സാധനങ്ങളുടെ ലഭ്യത ഉറപ്പുവരുത്തുന്നതിന് ഒരു വിഹിതമെങ്കിലും അനുവദിക്കണമെന്നുള്ളതാണ് ഭക്ഷ്യവകുപ്പിന്റെ ആവശ്യം. പ്രശാന്ത് ശങ്കരമംഗലത്താണ് വിശദാംശങ്ങൾ നൽകിയത്.